ഹലോ എല്ലാവർക്കും അപ്പം ഞങ്ങളെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മരുന്നമൂട് പള്ളി പോവാണ്, നമ്മുടെ അടൂരുള്ള. അപ്പം മരുന്നമൂട് പള്ളി അടൂർ വരെ പോകണ്ട, അതിന് മുമ്പിട്ടാണ്. അങ്ങോട്ട് പോവാണ്. അപ്പം രാവിലെ ഞങ്ങൾക്ക് ഇന്ന് രണ്ട് മൂന്ന് മണ്ടത്തരങ്ങൾ സംഭവിച്ചു. ഒന്നാമത്തെ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അവിടെ നിന്ന് നമുക്ക് പത്തനാപുരം മരുന്നമൂട് പോകുന്ന ബസ്സുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം റോഡിൽ അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ നിന്ന്. എന്നിട്ട് വിചാരിച്ച് ബസ് കാണത്തില്ല എന്ന് കരുതി ഞങ്ങൾ നേരെ പുനലൂർക്ക് വന്നിട്ട് അവിടുന്ന് വേറെ വണ്ടി കയറാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ദാണ്ടെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ബസ് ഇന്നത് ഒരുപാട് ലേറ്റായിട്ടാണ് അതങ്ങോട്ട് പോയത്. സാധാരണ അത് 10:15 വേണ്ട ബസ് ഇന്ന് 10:30 കഴിഞ്ഞിട്ടും വന്നാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് നേരെ പുനലൂർക്ക് വന്നത്. പുനലൂരിൽ നിന്ന് ഞങ്ങൾ ബസ് കയറി പത്തനാപുരം റൂട്ടിൽ കൂടെ ഞങ്ങൾ പോയത്. എന്താ പറയുക, നല്ല ചൂടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൊച്ചിന് കുറേ നേരം നിന്നും കിടച്ചിരുന്ന് ദേഷ്യമായിട്ട് അവൾ ഉറക്കത്തിൻ്റെയൊക്കെ ഒരു ലക്ഷണമായിട്ട് അവൾ അങ്ങനെ കിടന്ന് ഉറങ്ങാനൊക്കെ തുടങ്ങി. പിന്നെ എന്താ പറയാനാ, കുറേ നേരം അങ്ങനെ നിന്നിട്ട് അവൾക്ക് ദേഷ്യമൊക്കെ വന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരുമാതിരി മെനക്കെട്ട യാത്രയായിരുന്നു. അവിടുന്ന് ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് പുനലൂർ വരെ ഒരു യാത്ര, അവിടുന്ന് പിന്നെ അടുത്ത ബസ്സിൽ കയറി പത്തനാപുരം വരെ ഒരു യാത്ര, പിന്നെ പത്തനാപുരത്ത് നിന്ന് അടുത്ത ബസ് കയറിയിട്ടാണ് നമുക്ക് മരുന്നമൂട് പള്ളിയിലോട്ട് പോകാൻ സാധിച്ചത്. ദൈവകൃപയാൽ അങ്ങനെ പള്ളിയിലൊക്കെ എത്തിയപ്പോഴത്തേനും അവിടെ നല്ല സുഖം ഉറക്കമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേനും കുർബാന ഒരു പകുതിയോളം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരെ വരുന്നു. അവിടെ ഒത്തിരി ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഭയങ്കര അനുഗ്രഹമാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ പുണ്യാളൻ്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നതിലപ്പുറത്തെ ഒരു കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം എനിക്ക് എല്ലാ ആഴ്ചയിലും പോകാൻ പറ്റുന്ന സമയങ്ങളെല്ലാം ഞാനും പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ കുഞ്ഞ് സുഖമായിട്ടാണ് ഉറങ്ങുമായിരുന്നു എൻ്റെ കയ്യിലിരുന്നിട്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ അച്ഛൻ കുർബാനയെല്ലാം കഴിഞ്ഞ് ആരാധനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ആരാധനയായിരുന്നു. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. പിന്നെ ഇതെൻ്റെ ഒരു ഹോബിയാണല്ലോ ഒരു വീഡിയോ എടുപ്പ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ദാണ്ടെ നമ്മുടെ സുട്ടുമണി എണീറ്റിട്ട് പിന്നെ കുറേ നേരം അവളുടെ ആ ഒരു മൂഷട്ടം മാറാൻ വേണ്ടി അവിടെ തന്നെ ഇരുന്ന്. പിന്നെ അച്ഛനെ കൊണ്ടുപോയി തലയ്ക്കൊക്കെ പിടിപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന ശേഷം കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നമുക്ക് കഞ്ഞി കുടിക്കാൻ പോകാം ആവേന്ന് പറഞ്ഞപ്പോഴത്തേന് അവളങ്ങനെ മിണ്ടാതിരിക്കാൻ. അപ്പോൾ അവളെ ഉറക്കവും ക്ഷീണവും എല്ലാം മാറട്ടെ എന്ന് കരുതി ഞാനും അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ പള്ളിയിലകത്തൊക്കെ കയറിപ്പോയി. പള്ളിയിലകത്തൊക്കെ കയറി പോയിട്ട് വീണ്ടും വന്നിറങ്ങിയിട്ടാണ് കഞ്ഞി വേണമെന്ന് പറഞ്ഞ് ആളെ സ്വന്തമായിട്ടങ്ങ് കഞ്ഞി കുടിക്കുമോ, അങ്ങ് വാഴ്ത്തരാന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല. ആൾ സ്വന്തമായിട്ടങ്ങ് കഞ്ഞി കുടിക്കുക. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടി എടുത്തിട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ ഡ്രസ്സ് അപ്പോഴേ വലിച്ചുകൂടി അവിടെ കളയും, പിന്നെ ഇടാതെ മുഴുവനെ വേണ്ടി വന്നേരെ. അങ്ങനെ ഞാൻ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ആൾ സ്വന്തമായിട്ടങ്ങ് കഞ്ഞി കുടിക്കുക. ആൾ നമ്മൾ വാഴ്ത്തരാനോ ഒന്നിനും ആൾ സമ്മതിക്കത്തുമില്ല. അതെല്ലാം കഴിഞ്ഞ അവസാനം ഞാനും ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വന്നിരുന്നു. പുണ്യാളൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച്. ഒരു അമ്മച്ചി വയ്യാതെ പോകുന്നുണ്ട്, അവരെന്നോട് പൈസയൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ പൈസയൊക്കെ എടുത്ത് കൊടുത്തു. എനിക്ക് കഷ്ടം തോന്നി അമ്മച്ചിയെ കണ്ടപ്പോഴത്തേനും. ആരുമില്ല, ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പം നടക്കാനൊന്നും വയ്യ. എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാന്നൊക്കെ എൻ്റെ അടുത്ത് വിശദമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഏകദേശം നമ്മുടെ ബസ് ഇനിയിപ്പോൾ 2:15 കഴിയും നമ്മുടെ സ്ഥലത്തോട്ട് പോകുന്ന ബസ്. അപ്പം ഞങ്ങൾ ആ സമയപ്പോൾ ഇറങ്ങി താഴെ വന്നപ്പോൾ വാവയ്ക്ക് ഒരു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്നപ്പം നമ്മുടെ പള്ളിയിലെ വീഡിയോ ഒന്ന് എടുത്തിട്ട് പിന്നെ അത് ഒരു സമയമുള്ളൂ, 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ബസ് വന്ന്. ബസ്സിൽ കയറിയെങ്കിലാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. എന്താ പറയുക, ചൂടെന്ന് പറഞ്ഞാൽ അല്ല, അത്യുഗ്രം ചൂടാണ്. കത്തിജ്വലിച്ചിരിക്കുന്ന ചൂടും. ഇനിയിപ്പോൾ പാചകവാതത്തിനൊക്കെ പ്രത്യേക തരം കാശൊക്കെ അഡീഷണൽ കൊടുക്കണം. പിന്നെ ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ ബുദ്ധിമുട്ട്. തിരിച്ചും കൊണ്ട് വന്നപ്പോഴത്തേനും ബസ്സിലെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് പുള്ളിക്കാരി ഭയങ്കര ഓണായിരുന്നു. ഡാൻസായിരുന്നു, DJ ആയിരുന്നോന്ന് പോലും അറിയത്തില്ല. ഭയങ്കര ഡാൻസായിരുന്നു. തകർത്ത് പിടിച്ച് ഡാൻസൊക്കെ കേട്ടിട്ടാണ് അപ്പം ഞങ്ങൾ വന്നത്. അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോസ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായം ആശംസിക്കുന്നു. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.